അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ടാങ്ക് അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ്. 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അത് ഏതൊരു വീട്ടിലാണെങ്കിലും. ചിലർ ഈ പറയുന്ന പോലെ തന്നെ ഒരു വർഷമായിട്ടും ക്ലീൻ ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. പക്ഷേ വീടിൻ്റെ മുകളിൽ കയറി ടാങ്കിലൊന്ന് കയറി നോക്കിയാൽ അറിയാം അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ അവസ്ഥ ഒന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതൊരു 3 മാസം മുന്നേ ക്ലീൻ ചെയ്താണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറ് ഒന്നല്ലെങ്കിൽ ഇതാ മോനൊക്കെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇറക്കുക, കുട്ടികളെ പിടിച്ച് ഇറക്കുക. കാരണം നമുക്ക് എന്തായാലും ഇറങ്ങാനും പറ്റില്ല, അതുപോലെ തന്നെ കൈയിട്ടാലും എത്തില്ല. അപ്പോൾ സ്ത്രീകൾക്ക് എന്താണെങ്കിലും താഴത്തൊക്കെ അവർ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ പക്കായിരിക്കും. പക്ഷേ ഇവിടെ എത്തുന്ന അവർക്കും ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇന്നൊരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അതായത് നമുക്ക് 5 മിനിറ്റുള്ളിൽ തന്നെ ഏത് കുട്ടികൾക്കും ഏത് സ്ത്രീകൾക്കും നിഷ്പ്രയാസം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ ക്ലീനർ നമ്മുടെ ഒരു സുഹൃത്തോട് വന്നിട്ടുണ്ട്. നമസ്കാരമുണ്ട്. ഒന്ന് കൊടുത്തേ കാണട്ടെ. അതായത് ഇത് കറണ്ടോ ഒന്നും വേണ്ട, ഇലക്ട്രിക് ഒന്നല്ല. ഇവിടെ നിന്നിട്ട് 5 മിനിറ്റുള്ളിൽ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഇവിടെ നിൽക്കുന്നു, ഈ വെള്ളം ഫുള്ള് പുറത്തു വരും, അതിൻ്റെ ഉള്ളിൽ കച്ചറ ഫുള്ള് പുറത്തു വരും. അതെങ്ങനെയാണത്? ആദ്യം ഇതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു കൊടുത്തേ. ശരിക്കും നമ്മൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 മാസം മുന്നേ ക്ലീൻ ചെയ്തതാണ് ഈ കാണുന്നത്. ആ കാണുന്നതൊക്കെ ആണല്ലേ, ഇതൊക്കെ ഇതേപോലെ ഏതൊരു വീട്ടിലും തന്നെ ആയിരിക്കും കേട്ടോ. ശരിക്കും എല്ലാവരും ഈ വീടിൻ്റെ മുകളിൽ ടാങ്കായിട്ട് കയറ്റി വെച്ചാൽ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ വല്ല രോഗമൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ഡോക്ടറെ പോകുമ്പോൾ വെള്ളമൊക്കെ ശുദ്ധിയാണോ എന്ന് ചോദിക്കുമ്പോഴാവും ശരിക്കും നമ്മൾ ടാങ്ക് പോയി നോക്കുക. ആ സമയത്ത് ഇതുപോലെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഈ കിടക്കുന്ന കച്ചറ പേരെന്ന് പറയാം ഷിബു. അപ്പൊ ഈ കാണുന്ന ഈ എടുക്കുന്ന ഈ ഒരു പൊടി അല്ലെങ്കിൽ ഈ കച്ചറൊക്കെ ഊരിയിട്ട് വന്നിട്ടുള്ളതാണ്. വരുമ്പോ നല്ല വെള്ളം പോലെ തന്നെ വരിക. അപ്പൊ ഇതൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന പറയുന്നത് ഒന്ന് കാണിച്ചു എങ്ങനെയാന്നുള്ളത്. കുട്ടികൾക്കൊക്കെ അതുപോലെ തന്നെ സ്ത്രീകൾക്കൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് കാണിച്ചു തരണോ? ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് സ്റ്റീലിന്റെ റോഡാണ്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ടാങ്കിന്റെ അടിയിലുള്ള കച്ചറയും മാലിന്യങ്ങളൊക്കെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന ഡിവൈസ് ഇതാണ്. ഇത് നമ്മൾ 152 രാജ്യങ്ങളിൽ പാറ്റന്റ് എടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അത് ശരി, നിങ്ങളുടെ തന്നെ പ്രൊഡക്റ്റ് ആണ്. അതെ, ഡിസൈനും ടെക്നോളജിക്കും നമ്മൾ പാറ്റന്റ് എടുത്തിട്ടുള്ള. അതെ അല്ലേ? 1 വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉണ്ട്. എന്തെങ്കിലും കംപ്ലൈന്റ് ലൈഫ് ടൈം യൂസേജ് ആണിത്. അതെ അല്ലേ? നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ എന്തെങ്കിലും ഹോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് എയർ വലിക്കില്ല. അപ്പൊ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ആദ്യം തന്നെ നമുക്കത് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് മുന്നേ തന്നെ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. അത് എത്രത്തോളം ഉപയോഗം ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പൊ ഒന്ന് നോക്കട്ടെ എങ്ങനെയാന്നുള്ളത്. ഇതൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതാണ്. ഒരു മോപ്പ് കാണാം അല്ലേ? ബ്രഷ്. ഇത് നമ്മൾ എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ ഒരു 1 ഇയർ ഒക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാത്ത, പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ 1 ഇയർ പ്യുവർ ആയിട്ട് ക്ലീൻ ചെയ്യാത്ത ടാങ്കുകളാണ് അതിന് ഉള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി മാനുവൽ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 ബ്രഷും ഈ 2 ബ്രഷും ഈ മോപ്പും നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ യൂസ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രഷ് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് 3/4 ടാങ്ക് വെള്ളം നമ്മുടെ ടാങ്കിലുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇത് നമ്മൾ ടോപ്പും സൈഡും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഷ്. നമുക്ക് ഈ സൈഡിലും ടോപ്പിലൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനാണിത്. നമുക്ക് കൈയെത്തുന്ന ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ വിചാരിക്കുന്നതിന് അടിഭാഗം കൂടി നമുക്ക് ക്ലീൻ ചെയ്യാൻ തോന്നും. കാരണം താഴത്തേക്ക് എത്തില്ല കൈ. അതിന് ക്ലീൻ ചെയ്യാനാണ് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രഷ് കൊടുക്കുന്നത്. ഈ ബ്രഷ് ജസ്റ്റ് നമ്മൾ ഈ ക്ലിപ്പ്, ഇതൊരു വി ക്ലിപ്പാണ്, ജസ്റ്റ് കൈ എത്താത്ത ഭാഗങ്ങൾ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ. അതെ അതെ അതെ, ഇത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാം, താഴത്തേക്ക് ക്ലീൻ ചെയ്യാം. അപ്പൊ നമുക്ക് ടാങ്കിൽ ഇറങ്ങണ്ട ആവശ്യമില്ല. നമുക്ക് ടാങ്കിൽ ഇറങ്ങാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് കുട്ടികളൊന്നും ഇറക്കേണ്ട ഇതേമാതിരി സൈഡിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. താഴത്തൊക്കെ ഇളക്കാണ്. ചുരുക്കം പറഞ്ഞാൽ ഏതൊരാളുടെ വീട്ടിൽ കയറി ഇതേ അവസ്ഥ ആയിരിക്കും. നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ അവിടെ നല്ല ക്ലിയർ വാട്ടർ ആയിട്ടും വരുന്നുണ്ടാവും. പക്ഷേ എല്ലാ വീടുകളിലെ ടാങ്കുകളും ഈ അവസ്ഥ തന്നെയാണ്. എന്താണ് ഇതിന്റെ റേറ്റ്? ഇത് നമ്മള് 1600 രൂപയാണ് നമ്മുടെ ഓഫർ പ്രൈസ്. 1600 രൂപക്ക് 1 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി. ശരിക്കും ഇതിന്റെ MRP വരുന്നത് 2250 രൂപയാണ്. അത് ശരി. ഇത് 1000 ലിറ്ററിന്റെ ആണ്. അത് ഇതിപ്പോ 2000 ലിറ്റർ ആണെന്ന് വിചാരിച്ചോ? 2000 ലിറ്റർ ആണെങ്കിൽ ഈ ഒരു പാക്കറ്റ് ആണോ? 2000 ലിറ്റർ ആണെങ്കിൽ നമ്മുടെ ഇതിന്റെ എക്സ്ട്രാ ലാർജ് എഡിഷൻ പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് ശരി. ഇത് വെറും 1000 ലിറ്റർ മാത്രം ഉപയോഗിക്കാൻ 750 മുതൽ 1000 ലിറ്റർ ടാങ്ക് വരെ 750 ലിറ്ററിന്റെ ക്ലീൻ ചെയ്യാം. 750 1000 ലിറ്റർ വരെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈ പ്രോഡക്റ്റ് മതി. അത് ശരി. 500 ലിറ്ററിന്റെ ഇതിനായിട്ട് ചെറുതുണ്ടോ? ചെറിയ പ്രോഡക്റ്റ് ഉണ്ട്. ലിമിറ്റഡ് എഡിഷൻ പറഞ്ഞിട്ട് വേറെ ഉണ്ട്. അതെന്താ റേറ്റ്? അതിന് 999 രൂപ. 500 ലിറ്ററിന്റെ ആണെങ്കിൽ 999 ആണ്. 1000 ലിറ്ററിന്റെ ആണെങ്കിൽ 1600 ആണ്. 2000 ലിറ്റർ ഇതിനും കുറച്ചും കൂടി വലിയ ടാങ്ക്, 2000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ 1900 രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ട്. അതെ അല്ലേ? അപ്പോൾ ഓക്കെ, നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഉള്ളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇനി ഈ വെള്ളം പുറത്തെടുക്കുക എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ഇത് ജസ്റ്റ് നമുക്ക് വളരെ ഈസിയാണ്. ജസ്റ്റ് നമുക്കൊന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്യാം. അത് ശരി. അതായത് ആ ബ്രഷും ഇതൊക്കെ അതേമാതിരി അല്ലേ? അതിനിട്ട് കഴിഞ്ഞാൽ വെള്ളം വരികയാണ്. അതിനുശേഷം നമ്മൾ ഈ
ഇതൊരു ബോൾ വാൾവാണ്. ഈ വാൾവ് ഓപ്പൺ ചെയ്യണം. ഈ വാൾവ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ 2 കപ്പ് വെള്ളം നമ്മൾ നിറക്കേണ്ടി വരും. വെള്ളം നിറക്കണം. അതെ, ഒന്നും കൂടി വിശദമായി പറയുകയാണെങ്കിൽ നമ്മൾ ഫിഷ് ടാങ്കിൽ നിന്ന് വെള്ളം മാറ്റില്ലേ, അതന്നെയാണ് അല്ലേ? അതെ. അപ്പോൾ ഏകദേശം ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇനി അത് ക്ലോസ് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ വെള്ളം ഫുള്ളായിട്ടുണ്ട്. അതെ, ഇനി നമ്മൾ ആ വാൾവ് ക്ലോസ് ചെയ്യാം. വാൾവ് ക്ലോസ് ചെയ്തു. ഇനി നമ്മളിത് ടാങ്കിലേക്ക് ഇറക്കി വെക്കാം. വെറുതെ ഇറക്കി വെക്കാണ്. അതെ, ടാങ്കിന്റെ അടിയിലേക്ക് നമ്മൾ ഇറക്കി വെച്ചു. അല്ലെങ്കിൽ വെള്ളം ഇപ്പോൾ ഫുള്ള് പുറത്തു വരാൻ പോവാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാൾവ് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നാൽ മതി. വെള്ളം വന്നോ? വാൾവ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരും. വരുന്നുണ്ടല്ലേ താഴത്തേക്കാടാ? വന്നു തുടങ്ങി. നല്ല ഫോഴ്സിന് കേട്ടാ. ഇവിടെ ചളി വെള്ളം വന്നോണ്ടിരിക്കുന്നു കേട്ടാ. ഒരു അരയുടെ മോട്ടർ അടിച്ച പോലെയാണ് വെള്ളം വന്നോണ്ടിരിക്കുന്നത്. ഇവിടെ വെച്ച് ചളിവെള്ളം വരുന്നത്. അതായത് ഇവിടെ ഇളക്കും തോറും ചളിവെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ടാങ്കില് വെള്ളാണി വന്നു. അമ്പോ ഇങ്ങനെ കറുപ്പ് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ടാങ്കില്. വന്നോണ്ടിരിക്കണേ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇനിയിപ്പോ ഈ ഒരു ടാങ്കിലെ വെള്ളം കഴിയുന്ന വരെ അതല്ലെങ്കിൽ ഫുള്ള് തീരുന്ന വരെ ഇത് ഫുള്ള് വെള്ളം പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ആദ്യം നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു കുറച്ച് 2 mm 3 mm വെള്ളം നമ്മുടെ അതിൽ ബാക്കി ഉണ്ടാവും. അത് ബാക്കിയുള്ളത് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ആദ്യം കാണിച്ച മോപ്പ് ഉള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അതെങ്ങനെ ചെയ്ത് നോക്കാം. സംഭവം നമ്മുടെ ഈ ഒരു ടാങ്കില് 3/4 ടാങ്ക് വെള്ളം ഉണ്ടായിരുന്നു. ആ ഒരു വെള്ളം നമുക്ക് ഫുള്ള് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം അത് നമുക്ക് ടൈം എടുത്തിട്ടുണ്ട്. നമ്മളൊരു 6:30 ഇതിന് ഷൂട്ട് തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ ഇരുട്ടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുക്കാം. ഇത് എടുത്തതിന് ശേഷം ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ മോപ്പ് നമുക്ക് കണക്ട് ചെയ്യാം. മോപ്പ് ഫിറ്റിയാണ്. ഇനി നമുക്ക് മോപ്പ് നമുക്ക് ബാക്കിയുള്ള വെള്ളം പൈപ്പ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ബാക്കിയുള്ള വെള്ളം നമുക്ക് പൈപ്പ് ചെയ്തെടുക്കാം. കിട്ടുമോ? കിട്ടും. സാധാ കോട്ടൺ മോപ്പിനെ അപേക്ഷിച്ച് നമുക്ക് ഇതിന്റെ വാട്ടർ അബ്സോർബിംഗ് പവർ കൂടുതലാണ്. 2-3 വട്ടം കുറച്ച് ഒന്ന് നമ്മൾ വെള്ളം എടുക്കേണ്ടി വരും. കാരണം നമുക്ക് അത്രയും വെള്ളം നമ്മൾ ഈ മോപ്പിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാങ്ക് സൈഡൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളം കിട്ടും. അപ്പൊ സിബു നമ്മുടെ ഫൈനൽ സ്റ്റേജിലെത്തി. ബാക്കിയുള്ള വെള്ളം എല്ലാം തിളക്കണേ. അടിപൊളി. തുള്ളി വെള്ളം ഇല്ലാതെ നമ്മൾ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം എടുത്ത് ഓക്കെ 20-ായി. അടിപൊളി. ഇനി നമുക്കിത് വീട്ടിലെ ഫ്ലോർ മോപ്പായിട്ട് യൂസ് ചെയ്യാൻ ഇതിന്റെ ആവശ്യം വരുന്നില്ല. ഇനി സ്ത്രീകൾക്ക് ഈസി ആയിട്ട് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ്. ശരിക്ക് ഇത് എവിടെയാണ് മാനുഫാക്ചറിങ്? ഇത് എവിടെ ഉണ്ടാക്കുന്നത്? ഇവിടെ നമ്മൾ പാലക്കാട് ഇതിന്റെ ഫാക്ടറി ഉണ്ട്. ഇതിന്റെ ഓഫീസുകളൊക്കെ വേറെ എവിടെ ഉള്ളത്? നമുക്ക് ഓഫീസ് ഉള്ളത് കാലിക്കറ്റ്, ചങ്ങരംകുളം, പിന്നെ ഒന്ന് തൃശ്ശൂർ, പുത്തനത്താണി. അതെ പുത്തനത്താണി, പിന്നെ ചാലക്കുടി, എറണാകുളം, അങ്ങനെ 7 സ്ഥലങ്ങളിൽ കേരളത്തിൽ നമുക്ക് ഓഫീസ് ഉണ്ട്. പിന്നെ കേരളത്തിന് പുറത്തുണ്ട്. വേറെ കമ്പനികളൊന്നും ഇത് ഉണ്ടാക്കുന്നില്ല. അപ്പൊ ആർക്കൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ നമ്പറിൽ വിളിച്ചാൽ മതി. ഇത് ശരിക്കും ഓൺലൈനിൽ മാത്രമേ കിട്ടുള്ളൂ? ഓൺലൈനിൽ മാത്രമല്ല നമ്മളിപ്പോൾ കൊടുക്കുന്നത്. കടകളൊന്നും കിട്ടില്ല? ഇല്ല. ഇനിയിപ്പോൾ അവരവരുടെ സ്ഥലത്ത് അവർക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മളായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി. അതെ, നിങ്ങൾ കൊടുക്കും അല്ലേ? അപ്പോൾ എന്തായാലും ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ആർക്കെങ്കിലും ഈ ഒരു ബിസിനസ് ഒക്കെ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇവരെ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കാണാം. ഓക്കെ ബൈ.